ഹായ് മക്കളെ, +2 മലയാളത്തിലെ പാഠഭാഗങ്ങളുടെ രത്നച്ചുരുക്കവും സംഗ്രഹവും പ്രധാനപ്പെട്ട പാഠഭാഗം ഓർമ്മയിൽ നിൽക്കാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങളും മാത്രം കൈകാര്യം ചെയ്യുന്ന സെഷനകത്താണ് നമുക്കുള്ളത്. ഒരു പാഠഭാഗം പഠിക്കുമ്പോൾ അതിൻ്റെ ആശയം മനസ്സിലാക്കി പഠിക്കാനുണ്ട്. നമ്മളിവിടെ ആശയം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ചർച്ച ചെയ്യുന്നുള്ളൂ. ഈ ആശയം കിട്ടിക്കഴിഞ്ഞാൽ ഏത് രൂപത്തിൽ ചോദ്യം വന്നാലും ഉത്തരം എഴുതാൻ എന്ത് ചെയ്യും, നമ്മളെ കൊണ്ട് സാധിക്കും. ഞാൻ നിങ്ങളുടെ സ്വന്തം ജയ്സൽ സാറാണ്. അപ്പോൾ നിങ്ങളോടൊപ്പം എജുപോർട്ടിനോടൊപ്പം ഞാനുമുണ്ട്. നിങ്ങൾ എനിക്ക് തരേണ്ട സപ്പോർട്ട് മാക്സിമം ഈ വീഡിയോ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മാക്സിമം സപ്പോർട്ട് എനിക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ തരേണ്ടതുണ്ട്. ഓക്കെ, ഓണപ്പരീക്ഷയ്ക്ക് മുമ്പ് ഈ പാഠഭാഗങ്ങളുടെ ആശയം നമുക്ക് എന്ത് ചെയ്യാം, സെറ്റാക്കി വെക്കാം. നമ്മുടെ ഇപ്പോൾ കൈകാര്യം എടുക്കാൻ പോകുന്ന പാഠഭാഗത്തിൻ്റെ പേര് കിരാതവൃത്തം. കിരാതവൃത്തം എന്ന പാഠത്തിൻ്റെ ആശയം എന്താണ്, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. കാട്ടാളന്റെ അല്ലെങ്കിൽ പ്രകൃതിയിലേക്കുള്ള മനുഷ്യന്റെ കടന്നുകയറ്റത്തിനെതിരെ കാട്ടിൽ താമസിക്കുന്നവരുടെ ഒരു പ്രതിഷേധമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കിരാതവൃത്തത്തെ നോക്കിക്കാണാം. നോക്കുക, പാഠസംഗ്രഹം. തൻ്റെ ആവാസ വ്യവസ്ഥയെ തകർത്തവരോടുള്ള കാട്ടാളന്റെ പ്രതിഷേധത്തെ തീവ്രമായി അവതരിപ്പിച്ചിരിക്കുന്ന കവിതയാണ് കടമ്മനിട്ട രാമകൃഷ്ണന്റെ കിരാതവൃത്തം. തൻ്റെ ആവാസ വ്യവസ്ഥയെ തകർത്തവരോടുള്ള കാട്ടാളന്റെ പ്രതിഷേധത്തെ തീവ്രമായി അവതരിപ്പിച്ചിരിക്കുന്ന കവിതയാണ് കടമ്മനിട്ട രാമകൃഷ്ണന്റെ കിരാതവൃത്തം. കാടിൻ്റെ പ്രകൃതിയുടെ മകനാണ് കാട്ടാളൻ. കാടിൻ്റെ പ്രകൃതിയുടെ മകനാണ് കാട്ടാളൻ. അവൻ്റെ കോപവും പ്രതിഷേധവും ഗോത്ര സൗന്ദര്യ സങ്കല്പത്തോട് ചേർന്ന് നിൽക്കുന്ന ദൃശ്യബിംബങ്ങളിൽ കവി സന്നിവേശിപ്പിച്ചിരിക്കുന്നു. ദ്രാവിഡ തനിമയുള്ള ഭാഷയാണ് കവിതയിൽ ഉപയോഗിക്കുന്നത്. പടയണി പോലെയുള്ള ദൃശ്യകലാരൂപങ്ങളിലെ വായ്ത്താരിയിൽ നിന്നും ജനിച്ച താളക്രമങ്ങളിലേക്ക് കവിത സംക്രമിക്കുന്നു. മലയും കാടും കവിതയിലെ പ്രകൃതിയിടങ്ങളാവുകയും അവയുടെ നഷ്ടം കവിതയുടെ ഭാവ പരിസരങ്ങളാവുകയും ചെയ്യുന്നു. നോമ്പ് നോറ്റുകിടന്ന ഈറ്റപ്പുലിയിലാണ് കവിത ആരംഭിക്കുന്നത്. നോക്കുക, നോമ്പ് നോറ്റുകിടന്ന ഈറ്റപ്പുലിയിലാണ് കവിത ആരംഭിക്കുന്നത്. വാത്സല്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും വന്യമായ മാതൃബിംബമാണ് നോമ്പ് നോറ്റുകിടക്കുന്ന ഈറ്റപ്പുലി. കുഞ്ഞിൻ്റെ സംരക്ഷണ ബാധ്യതയുള്ള അമ്മയുടെ രൗദ്രഭാവമാണ് പുലിക്കുള്ളത്. നശിപ്പിക്കപ്പെട്ട ആവാസ വ്യവസ്ഥയിൽ നെഞ്ചു നീറി നിൽക്കുന്ന കാട്ടാളൻ്റെ ഉള്ളിലെ അടങ്ങാത്ത പകയെ കണ്ണിലെ ഈറ്റപ്പുലിയായും വളഞ്ഞ പുരികത്തിലെ കരിമൂർഖനായും കവി കൽപ്പിക്കുന്നു. നോക്കുക, നശിപ്പിക്കപ്പെട്ട ആവാസ വ്യവസ്ഥയിൽ നെഞ്ചു നീറി നിൽക്കുന്ന കാട്ടാളൻ്റെ ഉള്ളിലെ അടങ്ങാത്ത പകയെ കണ്ണിലെ ഈറ്റപ്പുലിയായും വളഞ്ഞ പുരികത്തെ കരിമൂർഖനായിട്ടാണ് കവി കൽപ്പിക്കുന്നത്. സർപ്പരോഷത്തോടെ പ്രതികാര ദംശനത്തിന് വെമ്പുന്നവനാണ് നെഞ്ചത്ത് പ്രതികാരത്തിന്റെ പന്തവും കുത്തി നിൽക്കുന്ന കാട്ടാളൻ. പടയണിക്കോലമായ ഭൈരവിയുടെ ആത്മാംശമാണ് ഇതിലുള്ളത്. തനി നാടൻ പ്രയോഗങ്ങളുടെ വീറുള്ള നടന മുദ്രകളോടെയാണ് കാട്ടാളൻ ഈ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. പ്രകൃതിയിൽ മനുഷ്യജീവിതം ആരോപിച്ചുകൊണ്ട് കവിത പിന്നീട് പെട്ടെന്ന് വളരെ വേഗത്തിലുള്ള താളത്തിലേക്ക് മാറുന്നു. ജഡമായി പോകുന്ന മലയും ആകാശവും കണ്ട് കാട്ടാളൻ നടുങ്ങുന്നു. മലയോരത്തഴക്കമുള്ള മാതാവും ആകാശ വിസ്തൃതിയുള്ള പിതാവുമാണ് ചുടലപ്പറമ്പായി മാറിയത്. ഭൂമിയുടെ മുലകളാണ് മലകൾ. വംശപരമ്പരയുടെ വേരായ അവ ഇന്ന് മലകൾ തച്ചുടയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മുറിഞ്ഞു പോയിരിക്കുന്നു. മുല മുറിഞ്ഞ വേദനയിലുള്ള പ്രകൃതിയുടെ കനൽ വിളി ചാട്ടുളിയായി കാട്ടാളൻ്റെ നെഞ്ചിൽ തറയ്ക്കുന്നു. ലോകമാസകലം ഉലയ്ക്കുന്ന ഒരു അലർച്ചയായി കാട്ടാളൻ മാറുന്നത് ഇവിടെയാണ്. കടലിനു മീതെ അലറുകയും കടലിൻ്റെ വേരു പറിച്ചെടുക്കാൻ കുതിറുകയും ചെയ്യുന്നു. നഷ്ടപ്പെട്ട ജൈവ സന്തുലിതത്വം സംഹാരാത്മകമായി തിരിച്ചു പിടിക്കുന്ന കാട്ടാളനെയാണ് ഇവിടെ കാണുന്നത്. ലോകമാസകലം ഉലയ്ക്കുന്ന ഒരു അലർച്ചയായിട്ട് കാട്ടാളൻ മാറുന്നു. കടലിന് മീതെ അലറുകയും കടലിൻ്റെ വേര് പറിച്ചെടുക്കാൻ കുതിറുകയും ചെയ്യുന്നു. നഷ്ടപ്പെട്ട ജൈവ സന്തുലിതത്വം സംഹാരാത്മകമായി തിരിച്ചു പിടിക്കുന്ന കാട്ടാളനെയാണ് ഇവിടെ കാണുന്നത്. ആദി ദ്രാവിഡ സംസ്കാര സൂചകമായ കന്മഴു കൊണ്ട് വേട്ടക്കാരുടെ കൈകൾ വെട്ടാനും മല കയ്യേറി മാനഭംഗപ്പെടുത്തിയവരെ സംഹരിക്കാനുമുള്ള ആഹ്വാനത്തിലേക്ക് കവിത എത്തിച്ചേരുന്നു. ആദി ദ്രാവിഡ സംസ്കാര സൂചകമായ കന്മഴു കൊണ്ട് വേട്ടക്കാരുടെ കൈകൾ വെട്ടിക്കളയാനുള്ള നിർദ്ദേശം കൊടുക്കുന്നു. കയ്യേറി മാനഭംഗപ്പെടുത്തിയവരെ സംഹരിക്കാനുമുള്ള ആഹ്വാനത്തിലേക്കാണ് കവിത എത്തിച്ചേരുന്നത്. കാട്ടാള ദുഃഖം രോഷമാവുകയും മനുഷ്യവംശത്തിലേക്ക് പടരുകയും ചെയ്യുന്നു. കുലം മുടിച്ചവരുടെ കുടൽമാലകൾ കൊണ്ട് നിറമാല ഒരുക്കുന്നു.
കുലം മുടിച്ചവരുടെ കുടൽമാലകൾ കൊണ്ട് നിറമാല ഒരുക്കുന്നു. മത്താടി മയങ്ങിയ ശക്തികൾക്ക് നേരെ കാട്ടാളൻ തൻ്റെ പ്രാണഞരമ്പുകളെ ഞാണാക്കി മാറ്റി ഇടിമിന്നൽ കൊടിയൊടിച്ച് അമ്പുകളാക്കി വില്ലുകുലയ്ക്കുന്നു. കവിതയുടെ അവസാനത്തിൽ ഈറനണിഞ്ഞ ഈറ്റപ്പുലിയുടെ കണ്ണുകൾ അതിതീക്ഷ്ണമാകുന്നു. രൗദ്രം പ്രകടമാകുന്നു. നട്ടെല്ല് നിവർത്തി എഴുന്നേറ്റ് നിന്ന കാട്ടാളൻ കർമ്മോത്സുകനാകുന്നു. ചരിത്രത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും സ്വാംശീകരിച്ച ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് മഴയിലേക്കും വേരുകളിലേക്കും സൂര്യകിരണത്തിലേക്കും കാട്ടാളൻ തിരിച്ചെത്തുന്നു. ഉർവരതയുടെ വസന്തകാലം തെളിയുന്നു. ബാഹ്യശക്തികളുടെ ആക്രമണ ഭീഷണിക്ക് മുമ്പിൽ കാലിടറാതെ സ്വന്തം സമൂഹത്തിന്റെ രക്ഷക്കായി സർവ്വശക്തിയും ഉപയോഗിച്ച് നേരിടാൻ തയ്യാറാകുന്ന ഗോത്രത്തലവനായി കാട്ടാളൻ മാറുന്നു. ഫസ്റ്റ് ചോദ്യത്തിലേക്ക് വരാം. അലകടലിൻ വേരുപറിക്കാൻ കുതറി കാട്ടാളൻ. ഈ വരിയിൽ തെളിയുന്ന ഭാവം എന്തെന്ന് വിശദമാക്കുക. അലകടലിൻ വേരുപറിക്കാൻ കുതറി കാട്ടാളൻ. ഈ വരിയിൽ തെളിയുന്ന ഭാവം എന്താണ്? നശിപ്പിക്കപ്പെട്ടു പോയ ആവാസ വ്യവസ്ഥയിൽ നെഞ്ചുനീറി നിൽക്കുന്ന കാട്ടാളനെ അവതരിപ്പിക്കുന്ന കവിതയാണ് കടമ്മനിട്ട രാമകൃഷ്ണന്റെ കിരാതവൃത്തം. അതാണ് നമ്മുടെ പാഠത്തിന്റെ മൊത്ത ആശയം എന്ന് പറയുന്നത്. നശിപ്പിക്കപ്പെട്ടു പോയ ആവാസ വ്യവസ്ഥയിൽ നെഞ്ചുനീറി നിൽക്കുന്ന കാട്ടാളനെ അവതരിപ്പിക്കുന്ന കവിതയാണ് കടമ്മനിട്ട രാമകൃഷ്ണന്റെ കിരാതവൃത്തം. പ്രകൃതിയുടെ കനൽവിളി നെഞ്ചിൽ തറയ്ക്കുമ്പോൾ കാട്ടാളനിൽ പ്രതികാരമുണരുന്നു. തന്നെ കീഴടക്കിയ ദൈന്യത്തെ രൗദ്രഭാവം കൊണ്ടയാൾ അതിജീവിക്കുന്നു. പ്രകൃതിയുടെ കനൽവിളി നെഞ്ചിൽ തറയ്ക്കുമ്പോൾ കാട്ടാളനിൽ പ്രതികാരമുണരുന്നു. തന്നെ കീഴടക്കിയ ദൈന്യത്തെ രൗദ്രഭാവം കൊണ്ടയാൾ അതിജീവിക്കുന്നു. ലോകമാസകലം ഉലയ്ക്കുന്ന ഒരു അലർച്ചയായി കാട്ടാളൻ മാറുന്നു. പ്രളയത്തിലൂടെ കരയിലെ മാമരങ്ങൾ കടപുഴക്കിയെറിയാനുള്ള ശേഷി കാടിനുണ്ട്, അലറാനുള്ള ശേഷി കടലിനുമുണ്ട്. ഇവിടെ കാട്ടാളൻ കടലിനുമീതെ അലറുകയും കടലിൻ്റെ വേര് പറിച്ചെടുക്കാൻ കുതിറുകയും ചെയ്യുന്നു. നാട്ടാളനാൽ, നാട്ടിൽ താമസിക്കുന്നവനാണ് നാട്ടാളൻ, കാട്ടിൽ താമസിക്കുന്നവനാണ് കാട്ടാളൻ. നാട്ടാളനാൽ നശിപ്പിക്കപ്പെട്ട ആവാസ വ്യവസ്ഥയെ സംഹാരാത്മകമായി തിരിച്ചു പിടിക്കുന്നവന്റെ അടക്കി നിർത്താനാവാത്ത വീരഭാവമാണ് ഈ വരികളിൽ പ്രകടമാകുന്നത്. സെറ്റാണോ? നശിപ്പിക്കപ്പെട്ടു പോയ ആവാസ വ്യവസ്ഥയിൽ നെഞ്ചുനീറി നിൽക്കുന്ന കാട്ടാളനെ അവതരിപ്പിക്കുന്ന കവിതയാണ് കടമ്മനിട്ട രാമകൃഷ്ണന്റെ കിരാതവൃത്തം. പ്രകൃതിയുടെ കനൽവിളി നെഞ്ചിൽ തറയ്ക്കുമ്പോൾ കാട്ടാളനിൽ പ്രതികാരമുണരുന്നു. തന്നെ കീഴടക്കിയ ദൈന്യത്തെ രൗദ്രഭാവം കൊണ്ടയാൾ അതിജീവിക്കുന്നു. ലോകമാസകലം ഉലയ്ക്കുന്ന ഒരു അലർച്ചയായി കാട്ടാളൻ മാറുന്നു. പ്രളയത്തിലൂടെ കരയിലെ മാമരങ്ങൾ കടപുഴക്കി എറിയാനുള്ള ശേഷി കാടിനുണ്ട്, അലറാനുള്ള ശേഷി കടലിനുമുണ്ട്. ഇവിടെ കാട്ടാളൻ കടലിനുമീതെ അലറുകയും കാടിൻ്റെ വേര് പറിച്ചെടുക്കാൻ കുതിറുകയും ചെയ്യുന്നു. നാട്ടാളനാൽ നശിപ്പിക്കപ്പെട്ട ആവാസ വ്യവസ്ഥയെ സംഹാരാത്മകമായി തിരിച്ചു പിടിക്കുന്നവന്റെ അടക്കി നിർത്താനാവാത്ത വീരഭാവമാണ് ഈ വരികളിൽ പ്രകടമാവുന്നത്. സെറ്റാണല്ലോ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മുലപാതി മുറിഞ്ഞവളാറ്റിൻ കരയിൽ കനലായി വിളിപ്പൂ. മുലപാതി മുറിഞ്ഞവളാറ്റിൻ കരയിൽ കനലായി വിളിപ്പൂ. പരിസ്ഥിതി വിനാശത്തെക്കുറിച്ച് ഈ വരികളിലുള്ള സൂചന വ്യക്തമാക്കുക. മലയാളത്തിലെ എണ്ണപ്പെട്ട പരിസ്ഥിതി കവിതകളിൽ ഒന്നാണ് കടമ്മനിട്ട രാമകൃഷ്ണന്റെ കിരാതവൃത്തം. മലയാളത്തിലെ എണ്ണപ്പെട്ട പരിസ്ഥിതി കവിതകളിൽ ഒന്നാണ് കടമ്മനിട്ട രാമകൃഷ്ണന്റെ കിരാതവൃത്തം. പ്രകൃതിയിൽ മനുഷ്യജീവിതം ആരോപിച്ചുകൊണ്ട് കാട്ടാളന്റെ നഷ്ടത്തെ മനുഷ്യവംശത്തിൻ്റെയും ഗോത്ര സംസ്കൃതിയുടെയും നഷ്ടമായി കവി പരിവർത്തിപ്പിക്കുന്നു. പ്രകൃതിയിൽ മനുഷ്യജീവിതം ആരോപിച്ചുകൊണ്ട് കാട്ടാളന്റെ നഷ്ടത്തെ മനുഷ്യവംശത്തിൻ്റെയും ഗോത്ര സംസ്കൃതിയുടെയും നഷ്ടമായിട്ട് കവി പരിവർത്തിപ്പിക്കുന്നു. ഭൂമിയുടെ മുലകളായ മലകൾ വംശപരമ്പരയുടെ വേരുകളാണ്. ആ മുലകൾ ഇന്ന് പാതി മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. കയ്യേറ്റം ചെയ്യപ്പെട്ട പെണ്ണിനെ പോലെ തച്ച് തകർക്കപ്പെട്ട മലകളിൽ നിന്ന് ഇനി പുഴകൾ വിറക്കില്ല. മുല പാതി മുറിഞ്ഞ പ്രകൃതിയുടെ കനൽ വിളി കാട്ടാളന്റെ നെഞ്ചിൽ തറയ്ക്കുമ്പോൾ അവൻ പ്രതികാരദാഹിയാകുന്നു. മലയും മരവും പുഴയും സ്വാർത്ഥലാഭത്തിനായി നശിപ്പിക്കുന്ന മനുഷ്യന്റെ പ്രവൃത്തി കാരണം നീറി വിളിക്കുന്ന പ്രകൃതിയുടെ കരച്ചിൽ അപമാനിതയായ സഹോദരിയുടെ നിലവിളി പോലെ കാട്ടാളന്റെ നെഞ്ചു പിളർക്കുന്നു. മലയും മരവും
പുഴയും സ്വാർത്ഥലാഭത്തിനായി നശിപ്പിക്കുന്ന മനുഷ്യന്റെ പ്രവൃത്തി കാരണം നീറി വിളിക്കുന്ന പ്രകൃതിയുടെ കരച്ചിൽ അപമാനിതയായ സഹോദരിയുടെ നിലവിളി പോലെ കാട്ടാളൻ്റെ നെഞ്ചു പിളർക്കുന്നു. ഓക്കെ, പ്രധാനപ്പെട്ട ആശയങ്ങളും പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളും ഈ പാഠഭാഗത്തു നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. മക്കൾ എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.